അപ്പം ഞാൻ ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇന്നലെ നമുക്ക് കച്ചവടം ഇല്ലായിരുന്നു. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് കച്ചവടം ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ദേ ചാമ്പലൊക്കെ വാരി അടുപ്പ് കത്തിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മുറിയൊക്കെ തൂക്കുമ്പോൾ മറ്റേ പേപ്പർ മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടിട്ടിരിക്കും. അതാണ് ആ സൈഡിലൊക്കെ കിടക്കുന്നത്. പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കത്തില്ല. പ്ലാസ്റ്റിക് ഇടുന്ന ഒരു ചാക്കാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അതിനകത്ത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് പാല് വന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് വെള്ളമൊക്കെ നമുക്ക് ചോറിന് വെള്ളമൊക്കെ വെക്കുമ്പോഴത്തേക്ക് പാലിങ്ങ് എത്തുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ കലത്തിനകത്താണ് ചോറ് വെക്കുന്നത്. ഇന്നിപ്പം നമുക്ക് ചെറിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാത്രമൊക്കെ ഇങ്ങെടുത്ത് അതിനകത്ത് അങ്ങ് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ അതിന് മുന്നേ 2-3 വട്ടം ചോറ് വെക്കാൻ നേരത്ത് ചരുവത്തിനകത്ത് ചാരം തേച്ചല്ല വെച്ചത്. അതുകൊണ്ട് നമ്മുടെ ചരുവത്തിൻ്റെ പുറം നിറച്ചും കരിയായിപ്പോയി. പിന്നെ അതുമല്ല വിറക് തീരാറായി, എൻ്റെ ഗ്യാസ് തീരാറായി. എനിക്കറിയത്തില്ല ഭഗവാനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ഒരു അന്തവും കുന്തവും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരുടെയും കടകൾ അടച്ച്, ഒരുപാട് കടകൾ അടച്ച്. നമുക്ക് കൊച്ചേരി ജംഗ്ഷനിൽ 2 കാപ്പിക്കടയുണ്ട്. 2 ഇപ്പോൾ അടച്ചേക്കുവാണ്. ഇപ്പോൾ ഈ പറയുന്നതിനോട് രാവിലെയൊക്കെ നമുക്കൊരു പെട്ടെന്ന് രാവിലെയൊന്നും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഈ 2 കാപ്പിക്കടയിൽ നിന്ന് മാറിയും തിരിഞ്ഞാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭഗവാനെ പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് പഴയ പോലെ ആവണേന്നാണ്. പിന്നെ ഒരുപാട് എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരും അതല്ലാത്തവരും ഒക്കെ പല പല സ്ഥലങ്ങളിലൊക്കെ ഗൾഫിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവരെല്ലാം ഈ നാട്ടിൽ വരാനായാലും ഒരുപാട് ബുദ്ധിമുട്ടി പോകുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അരിയും കൂടെ ഇട്ടിട്ട് അങ്ങ് ചായയൊക്കെ ഇടാമെന്ന് വെച്ചപ്പോഴത്തേക്ക് പാല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് കുറച്ച് കോവയ്ക്ക കിട്ടിയതാണ് കേട്ടോ. 4 കിലോ കോവയ്ക്ക ഞാൻ വാങ്ങിച്ച്. പക്ഷേ ഈ 4 കിലോയും രാവിലെ അരിഞ്ഞു നോക്കിയപ്പം മൊത്തം പഴുത്ത കോവയ്ക്കാണ്. ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ കുറച്ചങ്ങ് വെച്ച്. അപ്പോൾ ഇതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ട്, കോവയ്ക്ക കഴുകി കഴിഞ്ഞാൽ കുറച്ച് പുളി പോകുമെന്ന്. പക്ഷേ അത് ഞാൻ കഴുകാതെയാണ് കേട്ടോ വെച്ചത്. ഇനിയിപ്പം നാളെ ഇപ്പം കോവയ്ക്ക തന്നെ എടുക്കാനേ പറ്റത്തുള്ളൂ. നാളെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഫസ്റ്റ് 2 വട്ടം ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ അത് ശരിയായില്ല. ഇപ്പോൾ ഇത് 3-ാമത്തെ വട്ടമാണ് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ലോങ് വീഡിയോ ഒക്കെ ഇടാത്ത അതുകൊണ്ടാണ്. ഒരുപാട് സമയമെടുക്കും റെക്കോർഡ് ചെയ്ത് എടുക്കാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു കാര്യമല്ല ഈ എഡിറ്റിങ് റെക്കോർഡിങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ നമ്മുടെ കോവയ്ക്കയൊക്കെ ഞാൻ അടുപ്പിലോട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ച്. ഗ്യാസിലാണ് വെച്ചത്. കാരണം അടുപ്പിൽ ഞാൻ മീൻ കറിക്ക് രാവിലെ അങ്ങ് വെച്ച്. പിന്നെ അടുത്ത അടുപ്പിലോട്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ച്. വറുത്ത തേങ്ങ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഇനി വേണം വറുക്കാൻ വേണ്ടിയിട്ട്. മീൻ കറി മത്തിയാണ് കിട്ടിയത്. കുറച്ച് മങ്കടയും കിട്ടി. പിന്നെ കുറച്ച് ചിക്കനാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചിക്കൻ വാങ്ങിക്കും കേട്ടോ. ചിക്കനും ആയാലും മീനായാലും ചിക്കനും ഊണും അല്ലെങ്കിൽ മീനും ഊണും കൂടെ 100 രൂപയുള്ളൂ കേട്ടോ. അത്രേ വാങ്ങിക്കത്തുള്ളൂ. ഇപ്പം ചിക്കൻ അധികം വിലയില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മീനിനെക്കാട്ടും ലാഭം ചിക്കനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം കറികളൊക്കെ ആയി. എൻ്റെ 2 സഹായികൾ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും, ഒരാൾ തേങ്ങ തിരുമുന്നു, ഒരാൾ പച്ചക്കറിയൊക്കെ അരിയുന്നു. അപ്പോൾ ചോറ് വെന്ത്. അപ്പോൾ ഞാൻ ചോറ് കോരുവാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഒരാൾ പറയുന്നുണ്ട് നാളെ തൊട്ട് ഇനി മുതൽ ഒരാളെ വരത്തുള്ളൂ, 2 പേര് വരത്തിലാണ്. അവർക്ക് തൊഴിലുറപ്പ് ഇന്ന് തീർന്ന്. അപ്പോൾ ഒരാൾ ആഫീസിൽ പോകുന്ന ആളാണ്. ഒരാൾ ആഫീസിൽ പോകും. ഇനി ഒരാൾ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 2 പേര് ചടപടാന്ന് ജോലി ചെയ്യുന്ന 2 പേരാണ് കേട്ടോ. എല്ലാ ജോലികളും എനിക്കെല്ലാം നോക്കിയും കണ്ട് എല്ലാം ചെയ്തു തരും. നമ്മളൊന്നും പറയുകയൊന്നും വേണ്ട. അതുകൊണ്ട് എനിക്ക് 2 പേരെയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ഒരുപാട് പേര് നമ്മളെ വീഡിയോസിൽ വന്ന് ചോദിക്കുന്നത്, പുതിയ ആൾക്കാർ, സ്ഥലം അറിയാൻ പറ്റാത്തവർ, ഈ സ്ഥലം എവിടെയാണ് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു തരാം. നമ്മൾ കൊല്ലം ജില്ലയിലാണിത്. ശാസ്താംകോട്ട, ഭരണിക്കാവ്, കരുനാഗപ്പള്ളി എന്നൊക്കെ ഇതിൻ്റെയൊക്കെ ആയിട്ട് നടുക്കായിട്ടാണെന്ന് തോന്നുന്നു ഈ സ്ഥലം വരുന്നത്. അതായത് ചക്കുവള്ളി എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എന്നറിയപ്പെടുന്ന നമ്മളെ കൊല്ലം പോരൂഴി മലനട ക്ഷേത്രത്തിൽ ചക്കുവള്ളിയിൽ നിന്ന് മലനട ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡിൽ കയറുക. ആ റോഡിൽ കുറച്ച് മുമ്പോട്ട് വരുമ്പം അവിടെ ചെറിയൊരു ജംഗ്ഷനുണ്ട്. കൊച്ചേരിമുക്കം എന്നാണ് ആ ജംഗ്ഷൻ്റെ പേര്. അപ്പോൾ ആ ജംഗ്ഷനിൽ വന്നിട്ട് ഇടത്തോട്ടും റോഡുണ്ട്, വലത്തോട്ടും റോഡുണ്ട്. ഇടത്തോട്ട് പോകുന്നത് നേരെ മലനടയിലോട്ടാണ്. വലത്തോട്ട് പോകുന്നത് നമ്മൾ ശാസ്താനട, ഭരണിക്കാവ്. അപ്പോൾ വലത്തോട്ട് കിടക്കുന്ന റോഡേ കയറി വരിക. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക്
എൻ്റെ വീട് കാണാൻ പറ്റും കേട്ടോ. ഒരു ഗ്രൗണ്ടുണ്ട്, മറ്റേ കളിക്കുന്ന ഗ്രൗണ്ടുണ്ട്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരും. പിന്നെ അതുമല്ല ഉച്ച സമയത്തൊക്കെയാണ് കൊച്ചേരി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് ഇരിക്കുന്ന കാണാൻ പറ്റും. പിന്നെ കൊച്ചേരി മുക്കിലും എൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വലത്തോട്ട് ആരോ കൊടുത്തിട്ട് ബോർഡ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സ്ഥലം. ഒരുപാട് പേര്, ഞാൻ ഈ മലനട പോകുന്ന റൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ഒരുപാട് പേര് മലനട അമ്പലത്തിൻ്റെ ചുറ്റൊക്കെ പോയി ചോദിച്ചെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞ്, കാരണം വഴി അറിയാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ള വഴി കേട്ടോ. പിന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് നിരന്തരമായിട്ട്. എന്താ പറയുക, എല്ലാ ദിവസവും വിളിച്ച് എൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. ആരെയും ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഓരോരുത്തരെയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചേച്ചി വീട് എന്താ പെയിൻ്റ് അടിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ഇത് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുമല്ല ഈ വീട് അവർ പൊളിക്കാൻ നിർത്തിയിരിക്കുന്ന വീട്. ഇപ്പോൾ ഉടനെ ഇവിടെ വീട് പണി വരും. അപ്പം അതുവരെയുള്ളൂ നമുക്കിവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴാണെന്ന് അറിയത്തില്ല. ഉടനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് കഴിയുമ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീട് പെയിൻ്റ് അടിക്കുക. അല്ലെങ്കിൽ പിന്നെ അവർ പൊളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇത് പെയിൻ്റൊക്കെ അടിച്ച് ശരിയാക്കി തന്നേനായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പിന്നെ അതുമല്ല എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പൈസയാകും പെയിൻ്റൊക്കെ അടിക്കണമെങ്കിൽ. ഇപ്പം എന്തിനായാലും ഇപ്പം ഓരോരുത്തർ പറഞ്ഞ് ഇതിൻ്റെ മറ്റേ ഭിത്തിയിലൊക്കെ ഒട്ടിക്കാൻ ഷീറ്റ് കിട്ടുമെന്ന് പറയും. ഇപ്പം അതാണെങ്കിൽ പോലും നിസ്സാര പൈസയാണെങ്കിലും പൈസ വേണം. നിസ്സാര പൈസ 100 രൂപയാണെങ്കിലും വേണമല്ലോ. നമ്മുടെ ഈ കച്ചവടം കൊണ്ടാണ് മക്കളുടെ പഠിത്തം, വാടക, മറ്റു കാര്യങ്ങളെല്ലാം പോകുന്നത് ഈ ഒരു നമ്മുടെ വീട്ടിൽ ഉണിയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് കേട്ടോ. അല്ലാത്ത വരുമാനമൊന്നും എനിക്കില്ല. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 450 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 450 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നതും കഷ്ടപ്പാടായിട്ട് ജോലി ചെയ്യുന്നതും ഞാൻ മാത്രമേ എന്നൊന്നും ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഞാൻ ചില കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ പിന്നെ അതിനൊക്കെ സംസാരിക്കാൻ നിന്നാൽ അതിനൊക്കെ സമയമുള്ളൂ. പിന്നെ പറയുന്നവർ വന്ന് പറഞ്ഞിട്ട് പോവും. എന്നാലും അതങ്ങ് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. എന്നെയും കാട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നവരും കഷ്ടപ്പെട്ട് ഇപ്പോഴും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ടാണ് ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞത്. അങ്ങനെ പറയാത്ത എത്രയോ ആൾക്കാരുണ്ട്. എന്നെയൊക്കെ വിളിക്കുന്ന എത്രയോ പേര്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞാനൊക്കെ ഒന്നുമല്ല, ഞാനൊക്കെ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇത് ഞാൻ ചില കമൻറ്റ് കണ്ടു, നിങ്ങളെന്തോ ഭയങ്കര സംഭവമാണോ? ഞാനൊരു സംഭവമല്ല. എന്നെയും കാട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ മാത്രമല്ല കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് എല്ലാവർക്കും ഈ മക്കളെ നല്ല രീതിയിൽ എൻ്റെ അവനവൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ അവനവനും കഷ്ടപ്പെട്ടിട്ടേ വളർത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരും കൊണ്ട് തരത്തൊന്നുമില്ല. അപ്പം എനിക്ക് ആരോടും ഒരു പരാതിയേ ഇല്ല. ഞാൻ എന്തിനാണ് പരാതി പറയുന്നത്? ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ദൈവം സഹായിച്ച്. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ആരോടും പരാതിയൊന്നുമില്ല. പിന്നെ പറയുന്നവരിന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. എനിക്കിതിനൊന്നും മറുപടി പറയാൻ വയ്യ. പിന്നെ എന്നാലും ഞാൻ ഇതിനകത്തങ്ങ് പറഞ്ഞതാണ്. അപ്പം നമ്മൾ തേങ്ങ ഇന്ന് കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീട്ടിലകത്ത് നമ്മുടെ ഊണും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോർഡും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണന് ചെറിയൊരു പനി. അപ്പം അപ്പുമോൻ രാവിലെ പോയി. ഇപ്പം എൻ്റെ 2 സഹായികളുണ്ട്. അവർ 2000 ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ ജോലിയൊക്കെ തീർന്നുകൊണ്ട് നേരത്തെ ബോർഡൊക്കെ എടുത്ത് വെളിയിൽ വെച്ച്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് നമുക്കിന്നൊരു ചെറിയൊരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതെൻ്റെ വീഡിയോ കണ്ട് വന്നതാണ് കേട്ടോ. അവർക്കും ഹോട്ടലൊക്കെ ഉണ്ട്. ഈ പറയുന്നതിൻ്റെ കൂട്ട് അവനും ഹോട്ടലും കട അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഷെയ്ഡ് വാർപ്പിന് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ ഈ ഓർഡർ തരണമെന്നും പറഞ്ഞിട്ട് 2 പേരും കൂടെ വന്നതാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഓർഡറാണ് എനിക്കിന്ന് കിട്ടിയത്. എന്താ പറയാൻ, ഒരുപാട് സന്തോഷം. നിങ്ങളോട് ഓരോരുത്തരോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ആരെയും ഒരിക്കലും ഞാൻ മറക്കത്തുമില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്.
പിന്നെ ഇടയ്ക്കൊരു ദിവസം ഞാൻ ലൈവ് വരുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് യൂട്യൂബിൽ ലൈവ് വരണമെന്നൊരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ദിവസം വല്ലപ്പോഴും ഒരു ദിവസം വരും. അപ്പോൾ ഞാൻ ഇതുവരെ ലൈവ് വന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അത് ഞാൻ എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ലോങ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ. ഞാനും എൻ്റെ മക്കളുമാർ സുഖമായിട്ടിരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ എന്താ പറയുക, ഒരുപാട് പേര്. പിന്നെ ഉച്ച സമയത്തൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോണെടുത്ത് ഞാൻ എടുക്കും, പക്ഷെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തിരക്കായതുകൊണ്ടാണ്. ആരും ഒന്നും തോന്നരുത്. ഉച്ച കഴിഞ്ഞൊരു 3 മണിയെ കഴിഞ്ഞിട്ട് എപ്പം വേണമെങ്കിലും വിളിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഉച്ചയാകുമ്പോൾ ഞാൻ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കാതെ ഞാൻ പെട്ടെന്ന് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് വെക്കുന്നത്. അതല്ലാത്ത പക്ഷേ ഞാൻ വിളിച്ചിരുന്നത് മിസ് കോൾ ആണെങ്കിൽ ആരാണെങ്കിലും ഞാൻ തിരിച്ച് വിളിച്ച് സംസാരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഊണൊക്കെ ഇന്ന് നല്ല കച്ചവടമൊക്കെ ആയിരുന്നു. 2 മണിയായപ്പോഴേ ഊണൊക്കെ തീർന്ന് നല്ല അടിപൊളി കച്ചവടമൊക്കെ ആയിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പറയണേ. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നുണ്ട്. റിപ്ലൈ കിട്ടാത്തവരാരും വിഷമിക്കരുത്. അപ്പം എല്ലാവർക്കും ഓക്കെ, ടാറ്റ.